നമസ്കാരം. ഖത്തറിൽ തടവിലായിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ രാജ്യത്തെ വിളിച്ചുണർത്തിയത്. എന്തായാലും ഖത്തർ അമീറിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഡിസംബറിൽ ഇവരുടെ വധശിക്ഷ ഖത്തർ കോടതി ഇളവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 ഓഗസ്റ്റിലാണ് ഈ 8 നാവിക ഉദ്യോഗസ്ഥരും അറസ്റ്റിലായത്. ആ സമയം മുതൽ തന്നെ ഇന്ത്യ നടത്തി വരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയായി നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കും. എന്തായാലും ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിക്കിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 1-ാം തീയതി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ നിർണായകമായ നീക്കം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തർ നാവികസേനയ്ക്ക് വേണ്ടി ഇറ്റാലിയൻ കമ്പനി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്നതാണ് ഈ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. മത നിയമങ്ങൾ പാലിക്കുന്ന അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഒരു ശിക്ഷാവിധി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും തെല്ലിട പിന്നോട്ട് മാറുന്ന ഒരു പതിവില്ല. കൊലക്കയറിൽ നിന്നും ഇത്രയധികം ആളുകളെ ഒരുമിച്ച് മോചിപ്പിച്ച ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ മാത്രമായിരിക്കാം, അതും ഇത്രയും ചെറിയ ഒരു സമയപരിധിക്കുള്ളിൽ. എന്തായാലും സങ്കീർണമായ നിയമ നടപടികൾ ഉൾപ്പെടെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് തീർച്ചയായും ലോകരാജ്യങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുലർത്തി വരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ ഒരു കരുത്തുകൊണ്ട് കൂടിയാണ്. അമേരിക്ക ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും അതിനോടൊപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മോദിയുടെ ഇടവും വലവും അണിനിരന്നതോടുകൂടി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ ഈ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ മോചനം സാധ്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനുഭവ സമ്പത്ത്, അതിനോടൊപ്പം തന്നെ ഖത്തർ എന്ന രാജ്യവുമായി ഇന്ത്യക്കുള്ള നയതന്ത്ര ബന്ധം, അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൃത്യമായി വിഷയത്തിൽ ഇടപെടുത്താൻ കാണിച്ച ഒരു മിടുക്ക്, ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒക്ടോബറിൽ ഇവർക്ക് ഈ വധശിക്ഷ വിധിച്ചു എന്നുള്ള ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഷോക്ക്ഡ് എന്നായിരുന്നു. ഇന്ത്യ ഞെട്ടിയിരിക്കുന്നു, ഭാരതം നടുങ്ങിയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു ആ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തലക്കെട്ടുകളിൽ വാർത്ത നൽകിയത്. പക്ഷേ ഇപ്പോൾ ലോകത്തെ ഒന്നടങ്കം ഇന്ത്യ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും നാട്ടിലെത്തിച്ചുകൊണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.